എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിതാ മഹേശ്വരൻ. ഇന്ന് ശ്രീമദ് വാൽമീകി രാമായണത്തിലെ ബാലകാണ്ഡത്തിലെ 4-ാമത്തെ സർഗത്തിൽ 30 മുതൽ 36 വരെയുള്ള ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. 30ൻ്റെ ആദ്യത്തെ ഒരു വരിയുടെ അർത്ഥം പറഞ്ഞു കഴിഞ്ഞതാണ്. എന്നാലും 30 മുതൽ 36 വരെ ഈ സർഗം അതോട് കൂടിയിട്ട് സമാപിക്കുകയാണ്. അതിൽ 34 വരെയുള്ള ശ്ലോകങ്ങളിൽ അനുഷ്ടുപ്പ് വൃത്തവും അതിനുശേഷം 2 ശ്ലോകങ്ങൾ വംശസ്ഥ വൃത്തത്തിലുമാണ് വാൽമീകി മഹർഷി രചിച്ചിരിക്കുന്നത്. വളരെ ഭംഗിയായിട്ട് ആ കഥയിലേക്ക് ഇങ്ങനെ നമ്മളെ കൊണ്ടുപോവുകയാണ് ചെയ്യണത്. ഒരു ആമുഖമൊക്കെ കഴിഞ്ഞിട്ട് പതുക്കെ ഈ കഥ എവിടെയാണോ എത്തേണ്ടത് അവിടേക്ക് എത്തി. അയോധ്യയിലെത്തി. ശ്രീരാമനും സഹോദരങ്ങളും ഒക്കെ കൂടിയിട്ടിരുന്ന് കേൾക്കണതായിട്ടാണ് ഇവിടെ പറയണത്. നമുക്ക് ആദ്യം 30ാമത്തെ ശ്ലോകത്തിൽ തുടങ്ങാം. പൂജയാമാസ പൂജാർഹൗ രാമ ശത്രുനിബർഹണ ആസീന കാഞ്ചനേ ദിവ്യേ സച സിംഹാസനേ പ്രഭു. 31 കൂടിയും അതിൻ്റെ കൂട്ടത്തിൽ ചൊല്ലിയാൽ അർത്ഥം നന്നായിട്ട് പറയാൻ പറ്റും. ഉപോപവിഷ്ടൈ സചിവൈർ ഭ്രാതൃഭിശ്ച സമന്വിത ദൃഷ്ട്വാ തു രൂപസമ്പന്നൗ വിനീതൗ ഭ്രാതരാവുഭൗ. 30ാമത്തെ ശ്ലോകത്തിൽ ആദ്യത്തെ വരിയുടെ അർത്ഥം പറഞ്ഞതാണ് പൂജയാമാസ പൂജാർഹൗ. ആ പൂജ അർഹിക്കുന്നവരായിട്ടുള്ള ബാലകന്മാർക്ക് വേണ്ടത്ര പൂജകളൊക്കെ നൽകിയ, വളരെ ആദരിച്ചിരുത്തി, ബാലകന്മാരാണെന്നുള്ളത് കൊണ്ട് വ്യത്യാസമൊന്നും കാണിച്ചില്ല. അങ്ങനെയുള്ള ശത്രുനിബർഹണനായ, ശത്രുക്കളെ മുഴുവനും ഇല്ലായ്മ ചെയ്യുന്നവനായിട്ടുള്ള രാമൻ അതിനുശേഷം എന്താണ് ചെയ്തത്? ദിവ്യേ കാഞ്ചനേ സിംഹാസനേ പ്രഭു ആസീന ച. ദിവ്യമായിട്ടുള്ള, ഏറ്റവും ശോഭിക്കുന്നതായ, തിളങ്ങുന്നതായ, രാജാവിന് ഉചിതമായിട്ടുള്ളതായ, സ്വർണം കൊണ്ട് നിർമ്മിച്ചതായ സിംഹാസനം. അയോധ്യാധിപതിയായിട്ടുള്ള മഹാരാജാക്കന്മാരൊക്കെ എല്ലാവരും ഇരുന്നിട്ടുള്ളതായ സിംഹാസനമാണ്. അവിടെ തന്നെയാണ് ശ്രീരാമനും ഇരിക്കുന്നത്. അവിടെ ഇരുന്നു. ആസീന, അവിടെ ഇരുന്നു കൊണ്ട് ഈ കുട്ടികളുടെ പാട്ട് കേൾക്കാനായിട്ട് പുറപ്പെടുകയാണ്. പ്രഭുവാണ്. പ്രഭു എന്നുള്ളത് കൊണ്ട് അവിടെ രാജാവ് എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ്. ആദ്യം രാജാവായിട്ട് തന്നെയാണ് അവരോട് ഇടപെടുന്നത്. പിന്നെ ഈ ഒരു സർഗത്തിൻ്റെ അവസാനം എത്തുമ്പോൾ കാണും തനി ഒരു കാഴ്ചക്കാരനായിട്ട്, ഒരു ആസ്വാദകനായിട്ട് മാറുന്ന ശ്രീരാമനെ. അപ്പോൾ ഇവിടെ രാജാവായിട്ട് കാഞ്ചന സിംഹാസനത്തിൽ, സ്വർണം കൊണ്ട് നിർമ്മിച്ചതായ ആ സിംഹാസനത്തിൽ ഇരുന്നിട്ട്, ആസീന ഇരുന്നിട്ട് കൂടെ ഇരിക്കുന്നവരോടൊക്കെ പറയാണ്, ഉപോപവിഷ്ടൈഹി സചിവൈഹി ഭ്രാതൃഭിശ്ച സമന്വിത. ഒറ്റയ്ക്കല്ല, അവിടെ ധാരാളം ആൾക്കാരുണ്ട്. കൂടെ ഇരിക്കുന്നവരായ ഉപവിഷ്ടന്മാർ സമീപത്ത് തന്നെ ഇരിക്കുന്നുണ്ട്. അത് ആരൊക്കെയാണ്? മന്ത്രിമാരുണ്ട്. സചിവൈഹി, മന്ത്രിമാർ എപ്പോഴും ചുറ്റും ഉണ്ട്. അതോടൊപ്പം തന്നെ 3 സഹോദരന്മാരുണ്ടല്ലോ, ഭരതൻ, ശത്രുഘ്നൻ, ലക്ഷ്മണൻ, അവർ 3 പേരുമുണ്ട്. അതാണ് ഭ്രാതൃഭിശ്ച സമന്വിത. അടുത്തിരിക്കുന്നവരായ മന്ത്രിമാരാലും സഹോദരങ്ങളാലും ചുറ്റപ്പെട്ടവനായ സമന്വിതനായിട്ടുള്ള അങ്ങനെയുള്ള ശ്രീരാമൻ ഇവരെ ഇങ്ങനെ നോക്കുകയാണ്. അവരെ നോക്കുമ്പോൾ എന്തൊക്കെ തരം വികാരങ്ങളാണ് ശ്രീരാമൻ്റെ മനസ്സിൽ കൂടെ കടന്നു പോയതെന്ന് അറിയില്ല. വളരെ ചുരുക്കം വാക്കുകളെ കൊണ്ട് വാൽമീകി പറയാണ്, ദൃഷ്ട്വാതു രൂപസമ്പന്നവും വിനീതവും ഭ്രാതരാവുഭൗ. അവരെ 2 പേരെ ഇങ്ങനെ നോക്കുമ്പോൾ അവരുടെ ആ സാദൃശ്യം, രൂപസമ്പന്നന്മാരെ, കാണാൻ നല്ല സുന്ദരന്മാരാണ്. അതുപോലെ തന്നെ സഹോദരങ്ങളാണ്. ഉഭൗ ഭ്രാതരവും, ഇരട്ടക്കുട്ടികളാണല്ലോ, ഒരേപോലെ ഇരിക്കുന്നവർ. അതുപോലെ തന്നെ വിനീതവും, വളരെ വിനയാന്വിതരാണ്. അവർക്ക് ഈ പാട്ട് പാടാനുള്ള കഴിവുണ്ടെന്നോ ഒന്നും അതിൻ്റെ ഒരു അഹങ്കാരം ഇല്ലാത്ത സാധാരണക്കാരായിട്ടുള്ള 2 ബാലകന്മാർ. രൂപസമ്പന്നന്മാരാണ്, സഹോദരങ്ങളാണ്, വിനീതന്മാരാണ്. വളരെ വിനയാന്വിതന്മാരായിട്ടുള്ള 2 ബാലകരെയും ശ്രീരാമൻ ഇങ്ങനെ സാഗൂതം, വളരെ വാത്സല്യത്തോടു കൂടിയിട്ടും സ്നേഹത്തോടു കൂടിയിട്ടുമൊക്കെ നോക്കിക്കണ്ടു. എന്നിട്ട് സഹോദരന്മാരോടായിട്ട് പറയുകയാണ്. അതാണ് 32ാമത്തെ ശ്ലോകം. ഉവാച ലക്ഷ്മണം രാമ ശത്രുഘ്നം ഭരതം തഥാ ശ്രൂയതാമേതദാഖ്യാനം അനയോർദേവവർച്ചസോഹോ. എന്നിട്ട് അവരെ ഇങ്ങനെ നോക്കിക്കൊണ്ട്, സഹോദരന്മാരെ നോക്കിക്കൊണ്ട്, അവരെ നോക്കിയതിന് ശേഷം സഹോദരന്മാരുടെ മുഖത്തേക്ക് നോക്കിയിട്ട് പറയാണ്, രാമ ഉവാച, രാമൻ ഇപ്രകാരം പറഞ്ഞു. ആരോടൊക്കെ? ലക്ഷ്മണം ശത്രുഘ്നം ഭരതം, ലക്ഷ്മണനോടും ശത്രുഘ്നനോടും തഥാ ഭരതം, ഭരതനോടും കൂടിയായിട്ട് രാമൻ ഇപ്രകാരം പറഞ്ഞു. എന്താ പറഞ്ഞത്? അനയോഹോ ദേവവർച്ചസോഹോ ഏതദാഖ്യാനം ശ്രൂയതാം. ഈ ദേവതുല്യം, ദേവന്മാരെ പോലെ, ദേവസന്നിഭന്മാരായിട്ട് ഇരിക്കുന്ന ഈ ബാലകന്മാർ, ദേവന്മാരെ പോലെ തേജസ്വികളായിട്ടുള്ള ഈ 2 ബാലകന്മാർ പാടുന്ന പാട്ടൊന്ന് കേട്ടു നോക്കൂ എന്ന്
സഹോദരന്മാരോട് ആവശ്യപ്പെടുകയാണ്. അതൊന്ന് കേട്ടു നോക്കൂ. ഇന്ന് നമ്മളും പറയാണ് അതേ ഭാഷയിൽ അതേ ഭാവത്തിലായിരിക്കണം ശ്രീരാമൻ തൻ്റെ സഹോദരന്മാരോട് പറയണത്. എന്ത് ഭംഗിയായിട്ട് അവർ പാടി നടക്കണത്. അവരുടെ ഈ പാട്ട് നിങ്ങളൊന്ന് കേട്ടു നോക്കൂ എന്ന് പറഞ്ഞിട്ട് അവരെ പാടാൻ വേണ്ടി പ്രേരിപ്പിക്കുകയാണ്. അതാണ് അനയോഹോ ദേവവർച്ചസോഹോ. ദേവവർച്ചസ്സുകൾ എന്ന് പറഞ്ഞാൽ ദേവന്മാരുടെ അത്രയ്ക്ക് സൗന്ദര്യമുള്ള, ദേവന്മാരെ പോലെ തിളങ്ങി നിൽക്കുന്നവരായിട്ടുള്ള, ദേവന്മാരെ പോലെ തന്നെയുള്ളവരായ ബാലകന്മാർ പാടുന്ന പാട്ടൊന്ന് കേട്ടു നോക്കൂ. അതെങ്ങനെയുള്ളതാണ്? അതാണ് 33-ാമത്തെ ശ്ലോകത്തിൽ പറയണത്. അത് രാമൻ കേട്ടു, ശ്രീരാമൻ കേട്ടു, മറ്റുള്ളവർ കേട്ടിട്ടില്ല, അല്ലെങ്കിൽ അതിനെപ്പറ്റി അറിയില്ലെങ്കിൽ അതിനെപ്പറ്റി പറഞ്ഞു കൊടുക്കുകയാണ്. വിചിത്രാർത്ഥപദം സമ്യക് ഗായകൗ സമചോദയത് തൗജാപി മധുരം രക്തം സ്വചിത്തായത നിസ്വനം. ഈ സ്വചിത്തായത നിസ്വനം എന്നുള്ളതിന് ഒരു പാഠഭേദം കാണാനുണ്ട്. സ്വഞ്ചിതായത നിസ്വനം എന്ന്. വാൽമീകി രാമായണത്തിൽ എൻ്റെ കയ്യിലുള്ളതിലൊക്കെ ചിത്തായത, സ്വചിത്തായത നിസ്വനം എന്നാണ്. സ്വന്തം ഉള്ളിൽ നിന്ന് പുറത്തേക്ക്, ചിത്തത്തിൽ നിന്ന് പുറത്തേക്ക് ഒഴുകി വരുന്നത്, അതാണ് പാടിയതെന്നൊരർത്ഥമുണ്ട്. സ്വഞ്ചിതായതം എന്നുള്ളത് കൊണ്ട് നല്ലവണ്ണം ശോഭയുള്ളത്, നല്ല കേൾക്കാൻ നല്ല ഇമ്പമുള്ളത് എന്ന അർത്ഥം എടുക്കാൻ പറ്റും. അതായിരിക്കും കുറച്ചുകൂടി നല്ലതെന്ന് തോന്നുന്നു. പക്ഷേ ഈ പുസ്തകത്തിൽ, ഞാൻ നോക്കുന്ന 2 പുസ്തകത്തിലും സ്വചിത്തായത നിസ്വനം എന്ന് തന്നെയാണ് പാഠം. അപ്പോൾ അത് തന്നെയാണ് എടുക്കണത്. പക്ഷേ കുറച്ചുകൂടി നല്ലൊരു പാഠം വന്നപ്പോൾ അതൊന്ന് സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. ആ പാട്ട് എങ്ങനെയുള്ളതാണ് എന്ന് പറയുകയാണ്. വിചിത്ര അർത്ഥപദം, വിചിത്രമായ അർത്ഥങ്ങളോടും പദങ്ങളോടും കൂടിയത്. വിചിത്രം എന്നുള്ള വാക്കിന് സംസ്കൃതത്തിൽ സുന്ദരം എന്നുള്ള അർത്ഥമേ ഉള്ളൂ. വളരെ സുന്ദരമായിട്ടുള്ള ശബ്ദ അർത്ഥ സന്നിവേശത്തോടു കൂടിയ അങ്ങനെയുള്ളതായ കാവ്യം, അല്ലെങ്കിൽ അങ്ങനെയുള്ളതായ പാട്ട്. രണ്ടിനും, അതായത് രാമായണം ഗീതമാണ്. അങ്ങനെയുള്ള സുന്ദരമായിട്ടുള്ള പാട്ട് പാടാൻ വേണ്ടിയിട്ട് ഗായകൗ സമ്യക് സമചോദയത്, ആ ഗായകന്മാരെ 2 പേരെയും, ദ്വിവചനാണ് ഗായകൗ, ഗായകന്മാരെ ശ്രീരാമൻ നല്ലവണ്ണം പാട്ടുപാടാൻ പ്രേരിപ്പിച്ചു. സമചോദയത്, നന്നായി പാടിക്കോളൂ മിടുക്കന്മാരെ നല്ലവണ്ണം ശ്രീരാമൻ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ അത് കേട്ടുനിന്ന് അവരാകട്ടെ എന്തു ചെയ്തു? തൗജാപി മധുരം രക്തം സ്വചിത്തായത നിസ്വനം. അടുത്ത ശ്ലോകത്തിൽ തന്ത്രീലയവദത്യർത്ഥം വിശ്രുതാർത്ഥമഗായതാം ഹ്ലാദയൻ സർവഗാത്രാണി മനാംസി ഹൃദയാനി ച ശ്രോത്രാശ്രയസുഖം ഗേയം തദ്ബഭൗജന സംസദീ. അതാണ് 34-ാമത്തെ ശ്ലോകം. 3 വരികൾ കൂട്ടിച്ചേർത്തുകൊണ്ടാണ് പറയണത്. അങ്ങനെ അവർ വളരെ രസകരമായിട്ടുള്ള ആ പാട്ട്, രാമായണ പാട്ട് പാടുകയാണ്. അത് വെറുതെ പാടുമ്പോൾ തന്നെ തന്ത്രീലയവത് അത്യർത്ഥം വിശ്രുതാർത്ഥം ഗായതാം, അങ്ങനെ അവർ പാട്ടുപാടി. അത് ഏതുപോലെയായിരുന്നു? വെറുതെ പാടുമ്പോൾ തന്നെ തന്ത്രീലയവത്, ഒരു വീണ മീട്ടി പാടുന്നത് പോലെ, അല്ലെങ്കിൽ വീണ മീട്ടുന്നത് പോലെ. അവിടെ അക്ഷരങ്ങൾ പോലും ഇല്ല, സംഗീതം മാത്രമേ ഉള്ളൂ എന്നുള്ളൊരവസ്ഥയിലേക്ക് മാറിപ്പോണത് പോലെയായിരുന്നു ആൾക്കാർക്ക്. ചിലപ്പോൾ വാക്കുകൾ സംഗീതത്തിനൊരു വിഘാതമാവാറുണ്ട്. വെറുതെ ആ സ്വരസ്ഥാനങ്ങളിലൂടെയുള്ളൊരു സഞ്ചാരം മനുഷ്യ മനസ്സുകളെ ഒരുപാട് ആനന്ദിപ്പിക്കാറുണ്ട്. അതാണ് ഈ ഉപകരണങ്ങൾക്ക് ഏറ്റവും ചെയ്യാൻ പറ്റണത്. തന്ത്രി യുക്തമായിട്ടുള്ള വീണ, വയലിൻ പോലെയുള്ള വാദ്യങ്ങൾക്ക്, അതുപോലെ തന്നെ വളരെ ഭംഗിയായിട്ട് ഓടക്കുഴലിനൊക്കെ വായിച്ച് സന്തോഷിപ്പിക്കാൻ, ആൾക്കാരെ സന്തോഷിപ്പിക്കാൻ പറ്റണത് വാക്കുകൾ കൊണ്ടല്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. വാക്കുകൾ തന്നെയാവും അതിൽ വരികളായിട്ട് നമ്മൾ അതിനെ വരികൾ തന്നെയാണ് പാടണതെങ്കിലും സ്വരങ്ങളായിട്ടേ നമുക്കതിനെ വായിക്കാൻ പറ്റുള്ളൂല്ലോ. ആ സ്വരങ്ങൾക്ക് കിട്ടുന്നൊരു മാധുര്യമുണ്ട്. ആ സ്വരമാധുര്യം തന്ത്രീവാദ്യങ്ങൾക്കും അതുപോലെ ഓടക്കുഴലിനുമൊക്കെ എങ്ങനെയാണോ ഉള്ളത്, അതേ മാധുര്യം വരികൾ വായിക്കുമ്പോഴും ഉണ്ടായി. അത്രയ്ക്ക് സുന്ദരമായിട്ടുള്ള പദസന്നിവേശമാണ് വാൽമീകി മഹർഷി നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്കിതൊന്ന് മനസ്സിലാക്കാൻ പറ്റുക. അതായത് രസങ്ങൾക്ക് അനുചിതം ആയിട്ട് ഒന്നും ചെയ്തിട്ടില്ല. രസത്തിന് ഉചിതമായിട്ടുള്ള പദവിന്യാസം, അതിൻ്റെ സൗന്ദര്യം അങ്ങനെ പാടുമ്പോൾ തന്നെയാണ് കിട്ടുള്ളൂ. അതാണ് തന്ത്രീലയവത്. പലതവണയായി പറയുന്നു, തന്ത്രീവാദ്യങ്ങൾ വായിക്കുന്നത് പോലെയുള്ളൊരു സുഖം നൽകുന്നതായ വിശ്രുതാർത്ഥം, വളരെ വിശ്രുതമായിട്ടുള്ള എല്ലാവരും കേട്ടിട്ടുള്ളതായ വിഷയമാണ്. ഇതിവൃത്തം വളരെ പ്രസിദ്ധമാണ്. ആ വിഷയമാണ് അവർ പാട്ടായിട്ട് പാടിയത്. അവർ 2 പേരും കൂടിയിട്ട് അഗായതാം, ആ ബാലകന്മാർ 2 പേരും നന്നായിട്ട് പാടുകയും ചെയ്തു. അത് കേട്ടിട്ട് എല്ലാവർക്കും എന്താ സംഭവിച്ചത്? ഹ്ലാദയൻ സർവഗാത്രാണി മനാംസി ഹൃദയാനി ച.
സർവ്വജനങ്ങളുടെയും അവിടെ കൂടിയിരുന്ന എല്ലാവരുടെയും ശരീരം, മനസ്സ്, ഹൃദയം ഒക്കെ അത്യർത്ഥം സന്തോഷിച്ചു. ഒന്നിന് മാത്രമല്ല തൃപ്തി ഉണ്ടായത്. ശരീരത്തിന് തൃപ്തി ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ഉള്ളിൽ തൃപ്തി ഉണ്ടായിക്കൊള്ളുന്നില്ല. ഇവിടെ ശരീരത്തിന്, അതിൻ്റെ ഉള്ളിലെ ഹൃദയത്തിന്, ഹൃദയത്തിലെ മനസ്സിന്, ശരീരത്തിലെ മനസ്സും ഹൃദയവും ഒക്കെ ഒരേപോലെ സന്തോഷിച്ചു. ഹളാദയൻ, ഗാത്രം മുഴുവനും പരിപൂർണമായിട്ട് ആനന്ദത്തിൽ മുഴുകിപ്പോയി ഇവരുടെ പാട്ട് കേട്ടിട്ട്, അവിടെ കൂടിയിരുന്ന ആൾക്കാരുടെ മുഴുവനും. മാത്രമല്ല, ശ്രോത്രാശ്രയ സുഖം ഗേയം തദ്ബഭൗ ജനസംസദി. ജനസംസദി തത്, ജനങ്ങളുടെ ഇടയിൽ ആ ഗാനം, രാമായണം എന്തായിത്തീർന്നു? ശ്രോത്രാശ്രയ സുഖം. അതായത് അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നാണ് ആ പാട്ട് വരുന്നത്. അവരത്രയ്ക്ക് ഭംഗിയായിട്ട് പഠിച്ചു, അത്ര ഭംഗിയായിട്ട് അവർ പാടിക്കൊണ്ടിരിക്കുകയാണ്. ആ ഉള്ളിൽ നിന്ന് വരുന്ന സംഗീതത്തിന്, മനസ്സിൽ നിന്ന് ഹൃദയത്തിൽ തട്ടിയൊക്കെ പുറത്തേക്ക് വരുന്ന സംഗീതം ഉണ്ടല്ലോ, പാടാൻ ഭംഗിയായിട്ട് കഴിവുള്ളവർ പാടും കൂടി ചെയ്താൽ എത്ര ശക്തമായിട്ടാണ് ആസ്വാദകരുടെ മനസ്സിലേക്ക് കയറി പോവുക എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് രാമായണം ഈ ബാലകന്മാർ പാടിയപ്പോൾ സംഭവിച്ചത്. അത് കേട്ടുകൊണ്ടിരുന്ന സകല ജനങ്ങളുടെയും മനസ്സും ശരീരവും ഹൃദയവും ഒക്കെ കുളിർത്തു, കോരിത്തരിച്ചു അവർക്ക് എന്നാണ് മനസ്സിലാക്കാൻ പറ്റണത്. വളരെ ഭംഗിയായിട്ടായിരുന്നു അവരുടെ ആലാപനവും കവി ഉപയോഗിച്ച വരികളുടെ യോജിപ്പും ഒക്കെ. നമുക്ക് 35ാമത്തെ ശ്ലോകം നോക്കാം. വംശസ്ഥ വൃത്താണ് 35ലും 36ലും. ഇമൗ മുനി പാർത്ഥിവലക്ഷണാന്വിതൗ കുശീലവൗ ചൈവ മഹാതപസ്വിനൗ മമാപി തദ്ഭൂതികരം പ്രചക്ഷതേ മഹാനുഭാവം ചരിതം നിബോധത. അങ്ങനെ ആ പാട്ട് കേട്ട് ലയിച്ചിരിക്കുന്നവരായിട്ടുള്ള എല്ലാവരും അവരുടെ മുമ്പിൽ വച്ചിട്ട് ശ്രീരാമൻ പറയാണ്, ഇമൗ മുനി, കണ്ടാൽ ഇവർ മുനികുമാരന്മാരെ പോലെയാണ് ഇരിക്കണതെങ്കിലും ഇവരെ യഥാർത്ഥത്തിൽ മുനികുമാരന്മാരല്ല എന്ന് തോന്നുന്നുണ്ട്. അവർക്ക് എന്താണുള്ളത്? പാർത്ഥിവലക്ഷണാന്വിതവും, രണ്ടുപേർക്കും രാജകുമാരന്മാരുടെ ലക്ഷണമാണുള്ളത്. രാജാവിൻ്റെ ലക്ഷണങ്ങളുണ്ട്. പാർത്ഥിവന്മാരെന്ന് പറഞ്ഞാൽ രാജാവാണ്. രാജലക്ഷണങ്ങൾ തികഞ്ഞ ബാലകന്മാരാണ്. എന്തോ അവരുടെ ചില നിർഭാഗ്യം കൊണ്ടോ അവരുടെ ജീവിത ശൈലി കൊണ്ടൊക്കെ മുനിമാരായിട്ട് വർത്തിക്കണമെന്നേ ഉള്ളൂ എന്ന് ശ്രീരാമന് മുഴുവനും മനസ്സിലായിട്ടല്ല, എന്നാലും ആ ലക്ഷണങ്ങളൊക്കെ കണ്ടുപിടിച്ചു. അങ്ങനെയുള്ള ഈ കുശലവന്മാർ മഹാതപസ്വികൾ തന്നെ, തപസ് ചെയ്യുന്നവരാണ്. ഈ ഒരു വിഷയത്തിൽ അവർ അങ്ങേയറ്റം ആണ്ടിറങ്ങിപ്പോയിട്ടുള്ളവരാണ്. ഈ ഗാനാലാപനത്തിൽ തപസ്വികളാണ്, വളരെ സജ്ജനങ്ങളാണ്, രണ്ട് ഉത്തമന്മാരായിട്ടുള്ള ബാലകന്മാരാണ്. എന്നിട്ട് സാധാരണ എൻ്റെ മനസ്സൊന്നും അങ്ങനെ ഇളകാറില്ല, പക്ഷേ എനിക്ക് വരെ വളരെയധികം രോമാഞ്ചമുണ്ടാകുന്നു. മമാപി തദ്ഭൂതികരം പ്രചക്ഷതേ, എനിക്കും ഈ പാട്ട് കേൾക്കുമ്പോൾ വല്ലാത്തൊരു ഉത്സാഹവും ശ്രേയസ്സും ഒക്കെ ഉണ്ടാവും. ഉത്സാഹം ഉണ്ടാകുന്നു, ശ്രേയസ് ഉണ്ടാകാൻ പോകുന്നു എന്നൊക്കെ തോന്നുന്നു. അതാണ് മമാപി തദ്ഭൂതികരം. ഭൂതി എന്നുള്ളതിന് ശ്രേയസ്, ഐശ്വര്യം എന്നൊക്കെ അർത്ഥം. എനിക്കും അത് വളരെയധികം ഐശ്വര്യമുണ്ടാക്കുന്ന ഒന്നാണ് തോന്നുന്നു. ഞാനത് കേൾക്കേണ്ടതാണ് എന്നാണ് മനസ്സിലാക്കണത്. അതുകൊണ്ട് മഹാനുഭാവം ചരിതം നിബോധത. അവിടെ എല്ലാവരോടും കൂടി, അവിടെ ഇരിക്കുന്ന എല്ലാവരോടും കൂടിയിട്ട് ശ്രീരാമൻ പറയാണ്, ഈ കഥ നല്ലവണ്ണം ശ്രദ്ധിച്ചു കേൾക്കൂ. മഹാനുഭാവം, വളരെ ഉത്തമമായ ഭാവം ചേർത്ത് ആഖ്യാനം ചെയ്തിട്ടുള്ളതായ ഈ കാവ്യം നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചു കേട്ടാലും എന്ന് അവിടെയുള്ള എല്ലാവരോടും കൂടിയിട്ട്, സഹോദരങ്ങളോടും മന്ത്രിമാരോടും പിന്നെ ആരൊക്കെയാണ് അവിടെ സന്നിഹിതരായിരിക്കുന്ന പ്രജകളൊക്കെ ഉണ്ട്, ചിലപ്പോൾ ഉണ്ടാവാം, അവരോടെല്ലാവരോടുമായിട്ട് ശ്രീരാമൻ ഇങ്ങനെ ബോധിപ്പിച്ചു. അതിനുശേഷം തതസ്തുതൗ രാമവചഃ പ്രചോദിതാവഗായതാം മാർഗവിധാന സമ്പദാ സചാപി രാമഃ പരിഷദ്ഗതഃ ശനൈഃ ബുഭൂഷയാ സക്തമനാ ബഭൂവ. തതഃ, അതിനുശേഷം, തൗ തതസ്തു തൗ തതഃ തു തൗ, അതിനുശേഷം അവരാകട്ടെ, അതായത് ഇത് തുടങ്ങിയ സമയത്താണ്, ഇവർ രാമായണം മുഴുവനൊന്നും പാടിയിട്ടില്ല. ആ തുടക്കം അങ്ങോട്ട് പാടിയപ്പോഴേക്കും ജനങ്ങൾക്ക് മുഴുവനും ആനന്ദ ലഹരി ഉണ്ടായി. ആ സമയത്ത് എല്ലാവരും കൂടി ചേർന്ന് രാമൻ്റെ ആ വാക്കുകൾ കേട്ട് ഏറ്റവും പ്രചോദിതരായിട്ടുള്ള ബാലകന്മാർ, അതാണ് വാൽമീകി പറഞ്ഞത് രാമവചഃ പ്രചോദിതൗ, രാമൻ്റെ വാക്കുകളാൽ പ്രചോദിപ്പിക്കപ്പെട്ടവരായിട്ടുള്ള ആ ബാലകന്മാർ. തൗ ബാലകൗ മാർഗവിധാന സമ്പദ അഗായതാം, മാർഗവിധാന സമ്പത്തിനാൽ. മാർഗവിധാനം എന്ന് പറഞ്ഞാൽ ഇവിടെ അർത്ഥം കൊടുത്തിരിക്കുന്നത്, നമ്മുടെ കലാരൂപങ്ങളൊക്കെ തന്നെ രണ്ട് തരത്തിലാണ് അവതരിപ്പിക്കുക. ഒന്ന് മാർഗം അഥവാ മാർഗി ആയിട്ടും മറ്റൊന്ന് ദേശിയായിട്ടും.
മാർഗിയായിട്ട് എന്ന് പറഞ്ഞാൽ വളരെ, അല്ലെങ്കിൽ മാർഗം എന്നുള്ളത് കൊണ്ട് ഈ ഭാരതമൊട്ടാകെ നിലനിൽക്കുന്നതായിട്ടുള്ള ഒരു രീതി എന്നാണ് അർത്ഥം. ദേശി എന്ന് പറയുമ്പോൾ അതത് ദേശത്ത് ചെയ്യുന്നതായിട്ടുള്ള രീതി എന്നർത്ഥം. അപ്പോൾ ദേശീയ അല്ലാത്ത മാർഗിയായിട്ട് എന്ന് പറയുമ്പോൾ അവിടെ സംസ്കൃതത്തെ ആശ്രയിച്ചുകൊണ്ട് എന്നാണ് പറയണത്. ഇവിടെ നമ്മൾ ഈ മാർഗി ദേശി എന്നുള്ളത് കലയ്ക്ക് വരുന്ന രണ്ട് ഭേദം എന്ന് പറയുന്നത് കൊണ്ട് ഈ നാട്യശാസ്ത്രം എന്ന് പറയുന്ന ഭരതമുനിയാൽ നിർമ്മിക്കപ്പെട്ടതായിട്ടുള്ള ആ നാടകവുമായിട്ട് ബന്ധപ്പെട്ട ഗ്രന്ഥത്തിൽ എങ്ങനെയാണോ പറഞ്ഞു വച്ചിരിക്കുന്നത് അത് മാർഗിയായിട്ടും, അതിൽ നിന്ന് തത്വത്തിൽ അംഗീകരിച്ചുകൊണ്ട് നമ്മുടേതായ രീതിയിൽ നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള കാര്യങ്ങളെയൊക്കെ ദേശി എന്നും പറയും. ഇപ്പോൾ സംഗീതമൊക്കെ മലയാളത്തിലാണ് ചെയ്യണതെങ്കിൽ അതൊക്കെ ദേശീയാണ്. ഇനി തത്വങ്ങളൊക്കെ നാട്യശാസ്ത്രത്തിൽ നിന്നാണെന്നുണ്ടെങ്കിൽ അത് മാർഗിയാണ്. ഇതാണ് മാർഗിയും ദേശിയും തമ്മിലുള്ളതായിട്ടുള്ള വ്യത്യാസം. അപ്പോൾ ഇവിടെ പറയണത് മാർഗ പ്രധാനമായിട്ടുള്ള രീതിയിൽ, അതാണ് മാർഗവിധാന സമ്പദ, സംസ്കൃത ഭാഷയെ ആശ്രയിച്ചുകൊണ്ട് തന്നെ, അതായത് മറ്റ് അതിൽ നിന്നുണ്ടായ തജ്ജന്യങ്ങളായിട്ടുള്ള തദ്ഭവങ്ങളായിട്ടുള്ള ഭാഷകൾ, മറ്റ് എന്താ പറയുക, അതിന് പ്രാകൃത ഭാഷകളെന്നോ അതല്ലെങ്കിൽ തജ്ജന്യങ്ങളായിട്ടുള്ള ഭാഷകളെന്നൊക്കെ പറയും, അതൊന്നും ഉപയോഗിക്കാതെ നല്ല ശുദ്ധമായ സംസ്കൃത ഭാഷയിൽ എഴുതിയ ഈ കീർത്തനങ്ങൾ, രാമായണ ഗീതികൾ അവർ പാടാൻ ആരംഭിച്ചു. അത് കേട്ടിട്ടോ അങ്ങനെ തൗ അഗായതാം, അവർ പാടിക്കൊണ്ടിരിക്കുമ്പോൾ സചാപി രാമ പരിഷദ്ഗത ശനൈഹി, ആ രാമനാകട്ടെ, സചാപി രാമ, ആ രാമനാകട്ടെ, ശനൈഹി പതുക്കെ പതുക്കെ, പരിഷദ്ഗത, ആദ്യം സിംഹാസനത്തിലൊക്കെയാണ് ഇരുന്നതെന്നൊക്കെ പറഞ്ഞു രാജാവായിട്ട്, അവരോടെല്ലാവരോടും എല്ലാവരും കേൾക്കട്ടെ, എല്ലാവരും കേൾക്കൂ എന്നൊക്കെ ആജ്ഞകളൊക്കെ പുറപ്പെടുവിച്ച രാമൻ പതുക്കെ പതുക്കെ ആ സഭയിലെ ഒരാളായിട്ട് മാറി. അതാണ് പരിഷദ്ഗത, പരിഷത്തിൻ്റെ ഭാഗമായി ആ സദസ്സിലൊരാളായിട്ടിരുന്നു കൊണ്ട് രാമൻ ഇങ്ങനെ കഥ കേൾക്കാൻ തുടങ്ങി. അതാണ് ബുഭൂഷയാസക്തമന ബഭൂവ, ആ കഥകൾ കേൾക്കാനുള്ള ആഗ്രഹത്തോടു കൂടിയിട്ട്, തന്മയീഭവനം, ആ കഥയിലെ രാമൻ എങ്ങനെയാണോ ആ രാമനായി തീരാൻ ആഗ്രഹിച്ചുകൊണ്ട് അവിടെ എങ്ങനെ ആ ഇച്ഛയോട് കൂടിയിട്ട് ലയിച്ചിരുന്ന് കേട്ടു എന്ന് പറഞ്ഞുകൊണ്ട് ഈ 4ാമത്തെ സർഗവും അവസാനിപ്പിക്കുകയാണ്. അങ്ങനെ വാൽമീകിയുടെ കഥ ലവകുശന്മാരെ പഠിപ്പിച്ചു. ലവകുശന്മാരിൽ നിന്ന് കഥ പതുക്കെ പതുക്കെ രാമൻ്റെ അടുത്തേക്ക് എത്തി. എത്ര ക്രമികമായിട്ടാണ് ആ വർണ്ണന നോക്കൂ. ഇനി രാമൻ്റെ കഥകളിൽ കൂടെയൊക്കെയുള്ള വർണ്ണനകളാണ് അടുത്ത ശ്ലോകങ്ങളിൽ, അടുത്ത 5ാമത്തെ സർഗത്തിൽ നമുക്ക് കാണാൻ പറ്റുക. ചെറിയ ചെറിയ സർഗങ്ങളാണ്. നമുക്കത് അടുത്ത ദിവസം നോക്കാം. ഇന്നത്തെ ശ്ലോകങ്ങൾ ഒന്നുകൂടി ചൊല്ലി നോക്കാം. പൂജയാമാസ പൂജാർഹൗ രാമശത്രുനിബർഹണ ആസീനഃ കാഞ്ചനേ ദിവ്യേ സച സിംഹാസനേ പ്രഭു ഉപോപവിഷ്ടൈः സചിവൈർഭ്രാതൃഭിശ്ച സമന്വിത ദൃഷ്ട്വാ തു രൂപസമ്പന്നൗ വിനീതൗ ഭ്രാതരാവുഭൗ ഉവാച ലക്ഷ്മണം രാമഃ ശത്രുഘ്നം ഭരതം തഥാ ശ്രൂയതാമേതദാഖ്യാനം അനയോർദേവവർച്ചസോഃ വിചിത്രാർത്ഥപദം സമ്യഗ് ഗായകൗ സമചോദയത് തൗ ചാപി മധുരം രക്തം സ്വചിത്തായത നിസ്വനം തന്ത്രീലയവദത്യർത്ഥം വിശ്രുതാർത്ഥമഗായതാം ഹ്ലാദയൻ സർവഗാത്രാണി മനാംസി ഹൃദയാനി ച ശ്രോത്രാശ്രയസുഖം ഗേയം തദ്ബഭൗ ജനസംസദി ഇമൗ മുനി പാർത്ഥിവലക്ഷണാന്വിതൗ കുശീലവൗ ചൈവ മഹാതപസ്വിനൗ മമാപി തദ്ഭൂതികരം പ്രചക്ഷത്തെ മഹാനുഭാവം ചരിതം നിബോധത തതസ്തു തൗ രാമവചഃ പ്രചോദിതാവഗായതാം മാർഗവിധാനസമ്പദാ സചാപി രാമഃ പരിഷദ്ഗതഃ ശനൈഃ ബുഭൂഷയാസക്തമനാ ബഭൂവ. സുന്ദരമായിട്ടുള്ള ശ്ലോകങ്ങളെല്ലാം തന്നെ ശ്രീരാമചന്ദ്രൻ്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.